കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്തതിൻ്റെ ആഘാതം വിട്ടുമാറുന്നില്ല. അതിൻ്റെ തുടർ വാർത്തകൾ ഓരോന്നും എത്തുമ്പോൾ നമ്മുടെ മനസ്സ് പിടഞ്ഞു പോകുന്ന വാർത്തകളാണ് അത്. ഇന്ന് പുറത്തെത്തിയ ദൃശ്യങ്ങൾ അത് ആർക്കും തന്നെ സഹിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളല്ല. ഭർത്താവ് നോബിയുടെ ക്രൂരമായ ഗാർഹിക പീഡനം സഹിക്കാനാകാതെയാണ് ഷൈനി 2 മക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഫെബ്രുവരി 28 പുലർച്ചെ 4:44 10ഉം 11ഉം വയസ്സായ അലീനയെയും ഇവാനെയും കൂട്ടി ഷൈനി വീട്ടിൽ നിന്നിറങ്ങി ട്രാക്കിലേക്ക് നടക്കുന്ന, റെയിൽപാളത്തിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് ആർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളല്ല എന്നറിയാം. എങ്കിൽ പോലും ആ ഷൈനിക്ക് സംഭവിച്ചിരിക്കുന്ന അനീതിയുടെ ആഴം മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങൾ കൂടി കാണണം നമ്മൾ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മ ഇത്രയും അറിവായ 2 പെൺമക്കളെയും കൂട്ടി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകില്ല, ഇങ്ങനെ ഒരു കടുംകൈയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തിരികെ തരില്ലെന്നും വിവാഹമോചനത്തിൽ സഹകരിക്കില്ലെന്നും നോബി ഷൈനിയോട് പറഞ്ഞിരുന്നു. നോബിയുടെ വീട്ടിൽ വെച്ച് ഷൈനി ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നും ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് വെളിപ്പെടുത്തി. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. 9 മാസങ്ങൾക്ക് മുമ്പ് അതായത് 2024 ജൂൺ 9-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ. അവരുടെ കാങ്കയിട്ട് ഹാളിനകത്തിട്ട് ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി 8:30 മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. അവിടെയുണ്ട്, പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ചെന്ന് തിരക്കി വേണം. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു മകസർ എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നറിയും. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെബറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുവോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഷൈനിയുടെ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകരുടെ മേലങ്കികളൊക്കെ മാറ്റിവെക്കാൻ തോന്നും. ഒരു മനുഷ്യനായിട്ട്, ഒരു സ്ത്രീയായിട്ട്, അമ്മയായിട്ടൊക്കെയാണ് എനിക്ക് ഈ വാർത്ത കാണുമ്പോൾ എപ്പോഴും അതിനെ ആ അർത്ഥത്തിലാണ് മനസ്സിലാകുന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതും അങ്ങനെ തന്നെയാണ്. ഈ വാർത്തയുടെ തുടക്കം മുതൽ എങ്ങനെ ഇത്രയും അറിവുള്ള പ്രായമുള്ള മക്കളെയും കൊണ്ട് ആത്മഹത്യയ്ക്ക് പോകാൻ പറ്റി എന്നുള്ളത് പലതവണ ആലോചിച്ചതാണ്. ഇന്നിപ്പോൾ ആ അച്ഛൻ്റെ വാക്കുകൾ അത് ആ സംഭവത്തിൻ്റെ തീവ്രത കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. അത്രയധികം ഗാർഹിക പീഡനം ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കേണ്ടത് എന്താണ് ഗോകുൽ? ഈ പോലീസ് ഒരുപക്ഷെ തുടക്കത്തിലേ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു കടുംകൈയിൽ നിന്ന് ആ അമ്മയ്ക്ക് ആ മക്കളെ രക്ഷിക്കാമായിരുന്നു. ഇങ്ങനെ ഒരു കടുംകൈ ഷൈനി ഒരുപക്ഷെ ഒഴിവാക്കുമായിരുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ഈ ഷൈനിയുടെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഗോകുൽ. ലക്ഷ്മി, തീർച്ചയായിട്ടും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു നിമിഷം എല്ലാം അവസാനിച്ചു എന്നുള്ള ആ ഒരു തോന്നലിൻ്റെ പുറത്താണ് തൻ്റെ അരുമ മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുലർച്ചെ 4:44 ആ അമ്മ വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലേക്ക് പോയത്. ആ
ട്രെയിൻ ഇടിച്ച് അവരെ ഇടിച്ച ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് അന്ന് പറഞ്ഞിരുന്നത് പലതവണ ഹോൺ മുഴക്കിയിട്ടും ഇവർ 3 പേരും കെട്ടിപ്പിടിച്ച് ആ റെയിൽവേ ട്രാക്കിന് നടുവിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ ലോക്കോ പൈലറ്റ് അന്ന് വ്യക്തമാക്കുകയുണ്ടായത്. എന്തായാലും അത്രത്തോളം അവരുടെ ജീവിതം അത്രത്തോളം തകർന്നൊരു സാഹചര്യത്തിലാണ് ആ ഒരു കടുങ്കൈ ചെയ്യാനായിട്ട് ആ അമ്മ ഷൈനി എന്ന് പറയുന്ന ആ യുവതി തയ്യാറായതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുറത്തു വരുന്ന അതിനുശേഷം വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ നോബി എന്ന് പറയുന്ന ഈ ഷൈനിയുടെ ഭർത്താവ് അവരെ നിരന്തരമായിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നോബിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ വീട്ടിൽ എല്ലാ മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ടുകൊണ്ട് ഷൈനിയെ പലതവണ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിരുന്നു നോബി എന്നുള്ള വിവരങ്ങൾ ഈ ഷൈനിയുടെ പിതാവ് തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 9 മാസങ്ങൾക്ക് മുമ്പ് 2024 ജൂൺ മാസം 9-ാം തീയതിയാണ് ഇത്തരത്തിൽ അവസാനമായിട്ട് ഒരു വലിയ അതിക്രമം ഈ ഷൈനിയുടെ മേൽ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച്, തൊടുപുഴയിലെ വീട്ടിൽ വെച്ച് നോബി നടത്തുകയുണ്ടായത്. അന്ന് തന്നെ പോയി തൻ്റെ മകളെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് ഏറ്റുമാനൂരുള്ള വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞത്. അതിനുശേഷം പലതവണ പരാതികൾ നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂർ പോലീസിലും. അതോടൊപ്പം തന്നെ വരുന്ന വഴി തൊടുപുഴയിലും പരാതി നൽകിയിട്ടാണ് ഇങ്ങോട്ടേക്ക് മകളെ കൊണ്ടുവന്നതെന്നാണ് ആ പിതാവ് പറഞ്ഞിരുന്നത്. പക്ഷേ 9 മാസങ്ങൾക്ക് ഇപ്പുറവും ആ പരാതികളിന്മേൽ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ അത്തരത്തിൽ പോലീസ് ഇടപെടൽ ആ സമയം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ അമ്മയും 2 മക്കളും ജീവനോടെ കണ്ടിരുന്നേനെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം പോലീസ് എന്ന് പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നോബിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് തൊട്ട് മുമ്പ് ഈ ഷൈനിയുമായിട്ട് ഈ നോബി ഭർത്താവ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അയാൾ മദ്യലഹരിയിലായിരുന്നു. വളരെ മോശമായ രീതിയിലായിരുന്നു അയാളുടെ ഭാഗത്ത് നിന്നും ഷൈനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മറുപടികളെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് നൽകണമെന്ന് ഷൈനി ആവശ്യപ്പെട്ടു. നോബി അത് നിഷേധിച്ചു. ഒപ്പം താൻ സ്ത്രീധനമായിട്ട് നൽകിയിട്ടുള്ള പണവും സ്വർണവുമെങ്കിലും തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ അതും നിഷേധിക്കുകയാണ്. അത് മാത്രമല്ല ഈ നോബിയുടെ അച്ഛന് വേണ്ടിയിട്ട്, അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഷൈനിയുടെ പേരിൽ ഒരു വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വായ്പയുടെ തിരിച്ചടവ് അത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പോലും അതിന് വഴങ്ങാനായിട്ടോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനോ വേണ്ടിയിട്ട് നോബി തയ്യാറായില്ല. വളരെ ക്രൂരമായിട്ടുള്ള മറുപടികളായിരുന്നു നോബിയുടെ ഭാഗത്തു നിന്നും ആ സമയം ഉണ്ടായത്. ഒരുപക്ഷെ ആ ഒരൊറ്റ ഫോൺ കോളിനെ തുടർന്നായിരിക്കും ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് ഷൈനി എത്തിയതെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലും നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ തന്നെ സാധിക്കും. അതിനുശേഷമായിരുന്നു ഷൈനിയുടെ പിതാവ്. ശരി ഗോകുൽ, ഏതായാലും ആ റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞരഞ്ഞു പോയ 3 ജീവനുകൾക്ക് അതിന്റെ ഉത്തരവാദി അത് നോബി മാത്രമല്ല സംസ്ഥാന പോലീസും കൂടിയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടി വരും. ഷൈനിയുടെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് ഇന്ന് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് നമ്മൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. ഗോകുൽ രമേശാണ് ആ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.